നമസ്കാരം, ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. സൗരയൂഥത്തിൽ സൂര്യനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളെക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ. സൂര്യനെ ചുറ്റുന്ന ഒരുതരം പാറക്കെട്ടുകളാണ് ഈ ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ പ്ലാനറോയിഡുകൾ അല്ലെങ്കിൽ ചെറിയ ഗ്രഹങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. നൂറുകണക്കിന് മൈലുകൾ മുതൽ അടികൾ വരെ വലിപ്പമുള്ള ദശലക്ഷക്കണക്കിന് ചിഹ്നഗ്രഹങ്ങൾ നിലവിലുണ്ട്. ദിനോസറുകളെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കിയത് ചിഹ്നഗ്രഹങ്ങളുടെ വീഴ്ചയാണ് എന്ന് പറയുന്നു. ദിനോസറുകളുടെ വംശനാശത്തിനിടയാക്കിയ ചിഹ്നഗ്രഹ പതനം ഭൂമിയിലെ 75% ജീവജാലങ്ങളുടെ നാശനഷ്ടത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ശാസ്ത്രജ്ഞർ ചിഹ്നഗ്രഹങ്ങൾ പഠിക്കുന്നതിനും അവയുടെ എണ്ണം, ഭ്രമണപഥങ്ങൾ, ഭൗതിക സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നതിൻ്റെയും ഒരു കാരണം ഇതിൻ്റെ അപകടകരമായ സ്ഥിതിവിശേഷം തന്നെയാണ്. ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൗരയൂഥത്തിൻ്റെ രൂപവൽക്കരണത്തിൽ അവശേഷിക്കുന്നവയാണ് ചിഹ്നഗ്രഹങ്ങൾ. ആഗോള ദുരന്തത്തിനു ശേഷിയുള്ള ഒരു ചിഹ്നഗ്രഹത്തിന് 1/4 മൈലിൽ കൂടുതൽ വ്യാസം ഉണ്ടായിരിക്കണം. അത്തരമൊരു ആഘാതം ഒരു കടുത്ത ശൈത്യാവസ്ഥ സൃഷ്ടിക്കാൻ ആവശ്യമായ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുമെന്നാണ് ഗവേഷകർ കണക്കാക്കുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള കാർഷിക മേഖലയെയും സാരമായി ബാധിക്കും. ബഹിരാകാശത്ത് ഭൂമിക്ക് ഭീഷണിയാകുന്ന അനേകം ചിഹ്നഗ്രഹങ്ങളുണ്ട്. ഇവയെ ഭൂമിയോട് അടുത്തു നിൽക്കുന്ന വസ്തുക്കളെന്നും അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള ബഹിരാകാശ ശിലകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് കത്തിത്തീരുകയാണ് ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ അപൂർവമായി സംഭവിച്ചതാണ് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായത്. ഏറെ വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ പൂർണ്ണമായി തകർത്ത് കളയാൻ ഭൂമിയുടെ അന്തരീക്ഷത്തിന് സാധിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള ചിഹ്നഗ്രഹത്തിൻ്റെ വലിയൊരു ഭാഗം ഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ആഘാതം ഒരുപാട് വലുതായിരിക്കും. ശരാശരി 1000 നൂറ്റാണ്ടിലൊരിക്കൽ മാത്രമേ ഇങ്ങനെ ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ചിഹ്നഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെടാറുള്ളൂ എന്നാണ് നാസ അധികൃതർ പറയുന്നത്. ചെറിയ ചിഹ്നഗ്രഹങ്ങൾ ഒരു നഗരത്തെ നശിപ്പിക്കുകയോ വിനാശകരമായ സുനാമികൾക്ക് കാരണമാകുകയോ ചെയ്യാറുണ്ട്. നാസയുടെ അഭിപ്രായത്തിൽ 82 അടി, അതായത് 25 മീറ്ററിൽ താഴെയുള്ള ബഹിരാകാശ പാറകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മിക്കവാറും ഭസ്മമായി പോകും. ഭൂമിയിൽ പതിക്കുന്ന ചിഹ്നഗ്രഹത്തിന്റെ ഭീഷണി ഇല്ലാതാക്കാനുള്ള ഏക മാർഗം അവയെ കണ്ടെത്തി ഗതി മാറ്റിവിടുക എന്നുള്ളതാണ്. നാസ പോലെയുള്ള ബഹിരാകാശ ഏജൻസികൾ ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ആകാശഗോളങ്ങളെ പതിവായി നിരീക്ഷിക്കുന്നത് ഇതുകൊണ്ടാണ്. ആധുനിക ശാസ്ത്രമനുസരിച്ച് കഴിഞ്ഞ 250 ദശലക്ഷം വർഷങ്ങളിൽ ശരാശരി 30 ദശലക്ഷം വർഷം ഇടവേളയുള്ള 9 ജീവജാലങ്ങളുടെ വംശനാശം സംഭവിച്ചിട്ടുണ്ട്. ഈ ദുരന്തങ്ങൾ വലിയ ചിഹ്നഗ്രഹങ്ങളോ ധൂമകേതുക്കളോ ഭൂമിയിലേക്ക് പതിച്ചതുമായി തന്നെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു സാഹചര്യം സമീപകാലത്തൊന്നും ഉണ്ടാകില്ല എന്ന ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ഇത്തരം പ്രവചനങ്ങളെ പക്ഷേ തിരുത്തിക്കുറിച്ച് കഴിഞ്ഞ വർഷം അപകട സാധ്യതയുള്ള ഒരു ചിഹ്നഗ്രഹത്തിനെ നാസ കണ്ടെത്തിയിരുന്നു. ഇത് ഭൂമിയിൽ പതിച്ചാൽ 72% അപകട സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നാസ പറഞ്ഞിരുന്നത്. ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് പതിക്കുന്നത് നേരിടാൻ ഭൂമി പ്രാപ്തമല്ല എന്ന് നാസ അന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 2032 ഭൂമിയിലേക്ക് പതിക്കാമെന്ന് നാസ ഭയപ്പെട്ടിരുന്ന ഒരു ചിഹ്നഗ്രഹമാണ് ഇത്. ഇപ്പോഴിതാ ഇതേ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നാസ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാൻ വെറും 3% മാത്രം സാധ്യത എന്നാണ് പ്രാഥമിക നിരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത്. ഇതോടെ അപകട സാധ്യത ഇല്ല എന്ന് തന്നെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 YR4 എന്നാണ് ഈ ചിഹ്നഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത്. ഇത് ചന്ദ്രനിൽ പതിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച നാസ ചിഹ്നഗ്രഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. ബഹിരാകാശ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരം അനുസരിച്ച് ചിഹ്നഗ്രഹത്തിന് ഏകദേശം 200 അടി, അതായത് ഏകദേശം 600 മീറ്റർ വീതിയും 15 നില കെട്ടിടത്തിന്റെ ഉയരവും ഉണ്ടെന്നാണ് സൂചന. കൂടുതൽ ചരിത്ര വാർത്തകളുമായി വീണ്ടും വരാം. അതിനായി ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.